ഇതാണ് കടല് കാടാപ്പുറം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് കുറച്ച് ബീച്ച് വൈബിലാണ്. വേറൊന്നുമില്ല, ഞാൻ ചെറിയ മീനി വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഒക്കേഷനനുസരിച്ച് ഡ്രസ്സ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കരിമണി മേളയും കുപ്പികളയിലൊക്കെ കേട്ടോ. കുടയുടെ ആവശ്യമില്ല, എന്നാലും ഞാൻ കുട എടുത്തിട്ട് വന്നിരിക്കുന്നു. ഇവിടെ വെയിലായി കാണിച്ചിട്ട്. ഒരു ലേലം വിളിയിൽ നമ്മളങ്ങ് വിളിച്ചെടുക്കും. ചിപ്പിയൊക്കെ വാങ്ങിക്കണമെങ്കിൽ വളരെ നേരത്തെ വരണമായിരുന്നു. നമ്മൾ ഇച്ചിരി ലേറ്റായി. ഇച്ചിരി ലേറ്റായി, അതാണ് പ്രശ്നം വന്നത്. കുറച്ചുകൂടെ നേരത്തെ ആണെങ്കിൽ എല്ലാം കിട്ടിയാണ്. നമുക്ക് കിട്ടിയത് ഇച്ചിരി ചെറുതായിപ്പോയി. കുഴപ്പമില്ല. നമ്മൾ ചിപ്പി കിട്ടാത്ത വിഷമത്തിൽ നമ്മൾ മീൻ വാങ്ങിക്കാൻ വന്നിരിക്കും അല്ലേ അമ്മ? നമ്മളങ്ങനെ മീനുണ്ടോ നോക്കാൻ പോവാണ്. നല്ല മീൻ കിട്ടുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. ചായ ഞാൻ വാങ്ങിച്ച രണ്ടു മീനും ചിപ്പിയൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോവാം. ഒരു ബോട്ട് എടുത്ത് കാണിച്ചിടാം. രൂപ 850 900 50 കുറെ പേരൊക്കെ മീൻ ഇവിടെ സെയിൽ നടത്തിയിട്ട് വീട്ടിലോട്ട് പോകുന്നു. കുറെ പേര് തിരിച്ചു പോകും. ചിലര് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ കുറച്ച് തലവേദനയുള്ള പരിപാടിയാണ്. നമ്മുടെ മീൻ വാങ്ങിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുക. ഓക്കെ, നമ്മളെ വിഴിഞ്ഞത്തിലെ മീൻ വിൽപ്പന ഇവിടെ അവസാനിച്ചു എന്നാണ് തോന്നുന്നത്. ദേ പോണ് വീണ്ടും. ശരി, ഓക്കെ ഗൈസ്, ഓക്കെ. വീണ്ടും വാങ്ങിക്കാൻ വന്നതല്ല, മീൻ ക്ലീൻ ചെയ്യാൻ വന്നതാണ്. ഈ ആൻറ്റി നമ്മൾ ക്ലീൻ ചെയ്ത് തരും കാശ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മീൻ വാങ്ങിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ ഇത് എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം പരിപാടി. നല്ല ഫ്രഷ് മീനൊക്കെ ഉണ്ട്. ലേലം വിളി ഇച്ചിരി പാടാണ്. ഞാൻ ലേലം വിളിയും കേട്ടിട്ടുണ്ട്, പക്ഷെ മീനിൻ്റെ ലേലം വിളി ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ
നമുക്ക് നമ്മളിവിടെ ഒക്കെ ഫസ്റ്റ് ടൈം ആണെങ്കിലും അല്ല ഇതിന് മുന്നേ വന്നെങ്കിലും ഇവരുടെ അടുത്ത് പിടിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള സൗണ്ടായിരിക്കും. പക്ഷെ നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നു. പിന്നെന്തോ മീനൊക്കെ നല്ലതാ. എനിക്ക് കുറെ ഇത് നല്ല പുതിയ പ്ലാ പറ എങ്ങനെയുണ്ട്? ഏയ്